വീടുകൾ ഉൾപ്പെടെ പഞ്ചായത്തിൽ നിന്ന് നമ്പർ ലഭിച്ച കെട്ടിടങ്ങളിൽ സംരംഭങ്ങൾക്ക് അനുമതി നൽകി പഞ്ചായത്ത് ചട്ടങ്ങളിൽ വരുത്തിയ മാറ്റം നിലവിൽ വന്നു. ഇത് സംബന്ധിച്ച വിജ്ഞാപനം തിങ്കളാഴ്ച ഇറക്കിയതായി മന്ത്രി എം പി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2025 കേരള പഞ്ചായത്ത് രാജ് എന്ന പേരിലാണ് വിജ്ഞാപനം. നിലവിൽ വീടുകളിലെ കുടിൽ വ്യവസായങ്ങൾക്കും വാണിജ്യ സേവന പ്രവർത്തനങ്ങൾക്കും ലൈസൻസ് ഇല്ലാത്തതിനാൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. ഈ പ്രശ്നത്തിന് ഇതോടെ പരിഹാരമാകും. കേരളത്തെ കൂടുതൽ വ്യവസായ സൗഹൃദമാക്കുന്നതിനും സംരംഭക മേഖലയിലും സമ്പദ് വ്യവസ്ഥയിലും തൊഴിൽ രംഗത്തും വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്നതും പുതിയ ചട്ടം. സംരംഭങ്ങൾക്ക് അനായാസം അതിവേഗം ലൈസൻസ് ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. മുനിസിപ്പൽ ചട്ടങ്ങളിലും ആവശ്യമായ ഭേദഗതി കൊണ്ടുവരും. കെട്ടിട നിർമ്മാണ സിവിൽ രജിസ്ട്രേഷൻ ചട്ടങ്ങളിലെ പരിഷ്കരണം സംബന്ധിച്ച് ഉടൻ ഉത്തരവിറക്കുമെന്നും മന്ത്രി പറഞ്ഞു. അപ്പാർട്ട്മെന്റ്, റെസിഡൻഷ്യൽ ഫ്ളാറ്റ്, ലോഡ്ജ്, ടൂറിസ്റ്റ് ഹോം, റിസോർട്ട്, ഹോസ്റ്റൽ തുടങ്ങിയവയ്ക്ക് ഇളവ് ബാധകമല്ല. റെസ്റ്റോറന്റ്, ഭക്ഷണശാല, ബാർബർ ഷോപ്പ്, ബ്യൂട്ടി പാർലർ തുടങ്ങിയവയ്ക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ ആർക്കും പ്രവേശനം നിഷേധിക്കരുത്. സംരംഭങ്ങളെ രണ്ടായി തിരിക്കും. ഒന്നാം കാറ്റഗറിയിൽ ഉൽപാദന യൂണിറ്റ് ആണ്. ഇതിൽ പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വൈറ്റ്, ഗ്രീൻ യൂണിറ്റുകൾക്ക് പഞ്ചായത്തിന്റെ ലൈസൻസ് വേണ്ട, രജിസ്റ്റർ ചെയ്താൽ മതി. റെഡ്, ഓറഞ്ച് വിഭാഗത്തിലുള്ള യൂണിറ്റിന് പഞ്ചായത്തിന്റെ അനുവാദവും സെക്രട്ടറിയുടെ ലൈസൻസും വേണം. രണ്ടാം കാറ്റഗറിയിൽ വ്യാപാരം, വാണിജ്യം, സേവനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന യൂണിറ്റുകളാണ്. ഇവയ്ക്ക് സെക്രട്ടറിയുടെ ലൈസൻസും മതി. പഞ്ചായത്ത് ചട്ടങ്ങളിൽ വരുത്തിയ മാറ്റം സംബന്ധിച്ച വിജ്ഞാപനം തിങ്കളാഴ്ച പുറത്തിറങ്ങിയതോടെ 10 ലക്ഷത്തിൽ കുറയാത്ത മൂലധന നിക്ഷേപവും 5 HP-യിൽ കുറവുള്ള യന്ത്രങ്ങളും ഉപയോഗിച്ചുള്ളതും പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വൈറ്റ്, ഗ്രീൻ വിഭാഗത്തിൽപ്പെടുന്നതുമായ വീടുകളിലേതുൾപ്പെടെയുള്ള സംരംഭങ്ങൾക്ക് ലൈസൻസ് അനുവദിക്കും. കാറ്റഗറി 2-ൽ സംരംഭങ്ങൾക്കും കാറ്റഗറി 1-ൽ മൂലധന നിക്ഷേപം 10 ലക്ഷത്തിൽ കുറഞ്ഞതും 5 HP-യിൽ കുറവുള്ള യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതുമായ വൈറ്റ്, ഗ്രീൻ വ്യവസായങ്ങൾക്കും ഒഴിഞ്ഞുകിടക്കുന്ന ആൾതാമസമില്ലാത്ത വീടുകളിലും കെട്ടിടങ്ങളിലുമുള്ള മുഴുവൻ സ്ഥലവും ഉപയോഗിക്കാം. താമസ സ്ഥലമെങ്കിൽ 50% സ്ഥലം ഉപയോഗിക്കാം. നിലവിൽ വീടുകളിലെ കുടിൽ വ്യവസായങ്ങൾക്കും വാണിജ്യ സേവന പ്രവർത്തനങ്ങൾക്കും ലൈസൻസ് ഇല്ലാത്തതിനാൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. ഈ പ്രശ്നത്തിന് ഇതോടെ പരിഹാരമാകും. സംരംഭങ്ങൾക്ക് കെട്ടിടം ലഭ്യമല്ലാത്ത പ്രശ്നത്തിനും പരിഹാരമാകും. വ്യവസായ പ്രദേശങ്ങളായി വ്യവസായ വകുപ്പ് അംഗീകരിച്ച സ്ഥലങ്ങളിലെ സംരംഭങ്ങൾക്കും എല്ലായിടങ്ങളിലുമുള്ള വൈറ്റ്, ഗ്രീൻ കാറ്റഗറിയിലുള്ള വിഭാഗം 1-ലെ ഉൽപാദന യൂണിറ്റുകൾക്കും രജിസ്ട്രേഷൻ മതി, ലൈസൻസ് വേണ്ട. ലൈസൻസ് അനുമതി അപേക്ഷകളിൽ കൃത്യസമയത്ത് നടപടിയില്ലെങ്കിൽ ഡീംഡ് ലൈസൻസ് ലഭിക്കും. കാറ്റഗറി 2-ലെ സംരംഭത്തിനുള്ള ലൈസൻസിനോ പഞ്ചായത്തിന്റെ അനുമതി ലഭിച്ച കാറ്റഗറി 1-നുള്ള സംരംഭത്തിനുള്ള ലൈസൻസിനോ അപേക്ഷ ലഭിച്ചാൽ 5 ദിവസത്തിനുള്ളിൽ ലൈസൻസ് നൽകണം. കാറ്റഗറി 1-ലെ സംരംഭങ്ങൾക്ക് പഞ്ചായത്തിന്റെ അനുമതിക്കുള്ള അപേക്ഷ ലഭിച്ചാൽ 30 ദിവസത്തിനുള്ളിൽ ലൈസൻസ് നൽകണം. സമയപരിധിക്കുള്ളിൽ ലഭിച്ചില്ലെങ്കിൽ ലൈസൻസ് കിട്ടിയതായി കണക്കാക്കാം. നിയമവിധേയമായ ഏത് സംരംഭത്തിനും പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് ലഭിക്കുന്ന തരത്തിലാണ് പരിഷ്കാരം. മൊബൈൽ സർവീസ്, മൊബൈൽ റെസ്റ്റോറന്റ്, ഹൗസ് ബോട്ടുകൾ എന്നിവയ്ക്കും ലൈസൻസ് ലഭിക്കും. ഇരുചക്ര, മുച്ചക്ര വാഹനങ്ങളിലെ സംരംഭങ്ങൾക്ക് ലൈസൻസ് വേണ്ട. ലൈസൻസ് ലഭിക്കുന്നതോടെ സബ്സിഡിക്കും വായ്പയ്ക്കും ഗ്രാന്റിനും വഴി തുറക്കും. ലൈസൻസിനുള്ള അപേക്ഷയ്ക്കൊപ്പം കൈവശാവകാശ രേഖ മാത്രം മതി.